ഇപ്പം എല്ലാവരും ട്രെൻഡിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ പണ്ടാറങ്കൂരും പിന്നെയും പൊങ്ങി വരാണല്ലോ ബാക്കിയുള്ള എൻ്റെ ഫുൾ കോൺഫിഡൻസ് കളയാനായിട്ട്. ഏത് നേരത്താണ്? അതൊക്കെ പോട്ടെ. ഇപ്പോൾ ട്രെൻഡിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ബൺമസ്ക. അത് നാട്ടിൽ പോയി കഴിക്കാൻ ഇപ്പം എന്തായാലും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് ഏതെങ്കിലും ഷോപ്പ് ഉണ്ടെന്ന് അടിച്ചു നോക്കിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പ് ഞാൻ കണ്ടത്. ക്യാനി ആൻഡ് കോ. എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരു ബേക്കറി വിത്ത് റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള പരിപാടിയാണ് എൻ്റെ അകത്ത്. ഭയങ്കര ഒരു വിൻറ്റേജ് ലുക്ക് ആംബിയൻസ് തരുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. ആളുകൾ അന്വേഷിച്ചും തെരഞ്ഞു പിടിച്ചൊക്കെയാണ് ഈ ഷോപ്പിലേക്ക് എത്തിപ്പെടുന്നത്. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ഷോപ്പ് ക്ലോസ്ഡ് ആയിരുന്നു. ഇവിടെ 7 മണി വരെയാണ് ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 8 മണി വരെയെങ്കിലും അവർക്കൊന്ന് ഓപ്പൺ ആക്കി കൂടെ? നമ്മളിപ്പോഴുള്ള ആൾക്കാരൊക്കെ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും വരുമ്പോഴേക്കും ഈ ടൈമൊക്കെ ആവത്തില്ല എന്തായാലും. എന്താണെന്ന് അറിയില്ല. ന്യൂ ഇയറിന്റെ അന്ന് തൊട്ട് ഞാൻ മൂഞ്ചാനായിട്ട് തുടങ്ങിയതാണ്. ഈ വർഷത്തിന്റെ അവസാനത്തോട് അടുക്കുമ്പോഴേക്കും ആ ഒരു മൂഞ്ചലിന് യാതൊരു വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ദൈവം എന്തിനാണാവോ എന്നെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഞാൻ തോക്കാൻ റെഡി അല്ലായിരുന്നു. ഗൂഗിൾ അടുത്ത സ്പോട്ട് തപ്പി അടുത്ത ലൊക്കേഷനിലെത്തി. ഈശ്വര, പിന്നെ കറങ്ങി തിരിഞ്ഞ് ഞാൻ ഈ രാജു ചായയിലേക്ക് തന്നെയാണല്ലോ വരുന്നതെന്ന് ഓർക്കുമ്പോഴാണ് പിന്നെ ഒരു സങ്കടം. കാരണം വൺ ടൈം ഞാൻ ഇവിടെ വന്നിട്ട് മൂഞ്ചിയതാണ്. ഒരു ചായക്ക് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത് 75 രൂപയാണ്. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതാ ഇനി ഞാൻ ഈ ഷോപ്പിലേക്ക് കയറത്തില്ല എന്ന്. പക്ഷെ വിധി എന്നെ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. പിന്നെ വാശി കുറച്ച് കൂടുതലായതുകൊണ്ട് അവിടുന്ന് തന്നെ വാശിപ്പുറത്ത് ഓരോ മേടിച്ച് കഴിച്ചു. ഒരു ബൺമസ്ക എൻ്റെ 200 രൂപയാണ് പോയി കിട്ടിയത്. പക്ഷെ 200 രൂപ പോയാലും ഐറ്റം എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. നമ്മുടെ അഹമ്മദാബാദിലാണ് ഈ സംഭവത്തിന്റെ ശരിക്കുള്ള ഒറിജിൻ എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. പിന്നെ തിരിച്ച് റിട്ടേൺ പോകാൻ നേരത്താണ് അവിടെ ചെറിയൊരു ഷോപ്പിൽ വീണ്ടും ഈ ഒരു ഐറ്റം കണ്ടത്. എന്നാൽ പിന്നെ അവിടെ നിന്ന് മേടിച്ച് ട്രൈ ചെയ്തേക്കാന്ന് ഞാൻ വിചാരിച്ച്. അവിടെ 200 രൂപ പൊട്ടിയെങ്കിലും ഇവിടെ അത്ര രീതിയിലൊന്നും കാശ് പൊട്ടിയൊന്നുമല്ല. ഇവിടെ എനിക്ക് 80 രൂപയ്ക്ക് സാധനം കിട്ടി. ഉള്ളത് പറയാലോ, രാജുചായയുടെ ബൺമസ്കയുടെ ആ ടേസ്റ്റിനെക്കാളും കൂടുതലും എനിക്ക് ഈ ചെറിയ ഷോപ്പിൽ നിന്ന് മേടിച്ച് കഴിച്ചപ്പോൾ ആ ടേസ്റ്റ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ വാശി കുറച്ച് കൂടി പോയെന്ന് ഡൗട്ട് ഉണ്ട്. ടോട്ടൽ 250 രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത്.